1 ലക്ഷത്തിലധികം ചൂലുമായി 101 ദിവസത്തെ ഒരു സംരംഭക യാത്ര. വളരെ ഭീതിജനകമായ ഒരു അവസ്ഥയാണ് ഇന്ന് നാട്ടിലുള്ളത്. എന്താണ് ഇവർ ചെയ്ത് തെറ്റെന്ത്? സ്വന്തം മണ്ണിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊരു തെറ്റ് മാത്രമേ ഇവർ ചെയ്തിട്ട് ചൂലെടുത്തു. അടുത്ത ആളിന് ആറ് മുഴം കയറെടുക്കേണ്ട അവസ്ഥയിൽ കാണാവുന്നുണ്ട്. ശരീരം വിൽക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങൾ ഇവരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ കാമം തീർക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു രക്ഷയും നാട്ടിലില്ലാത്തതിൻ്റെ പേരിലാണ് ചെയ്യുന്നത്. പട്ടിണി കിടക്കുന്ന പിള്ളേരുണ്ട്. മേൽമുണ്ട് പോലും ഉടുക്കാത്ത ഒരു മനുഷ്യൻ നേടിത്തന്ന സ്വാതന്ത്ര്യം ഇന്ന് ഊരിത്തന്ന് മറ്റുള്ളവർക്ക് കാഴ്ച വെച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. 1500 രൂപ പെൻഷനും ഭക്ഷ്യദാന കിറ്റിനും വേണ്ടി കെഞ്ചിക്കുന്ന ഒരു സമുദായം നമ്മുടെ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ട്. ഇതിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ തനി ബ്രോയിലർ കോഴികളാണ്. ഒരുത്തനൊരു പ്രശ്നം വരുമ്പോൾ അവനെ ലോകത്തിൽ നിന്ന് മാറ്റി നിർത്തി കല്ലെറിയാനല്ല നിൽക്കണ്ടേ, അവനെ ചേർത്ത് പിടിച്ച് സത്യം പറഞ്ഞാൽ പട്ടിണി കിടന്ന ദിവസങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു ലക്ഷത്തിലധികം ചൂലുമായി 101 ദിവസത്തെ ഒരു സംരംഭക യാത്ര. കൂത്താട്ടുകുളംകാരനായ 29കാരനാണ് ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് 1 ലക്ഷത്തിലധികം ചൂലുമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു പ്രതിഷേധ സംരംഭക യാത്ര നടത്തുന്നത്. അജിത്തെ, നമ്മൾ സംരംഭക യാത്ര തുടങ്ങുന്നതിന് മുൻപേ അജിത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിരുന്നു. ഇപ്പോൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം? ഇത് ഞാൻ എൻ്റെ ഒരു വിഷയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുന്നത്. വളരെ ഭീതിജനകമായ ഒരു അവസ്ഥയാണ് ഇന്ന് നാട്ടിലുള്ളത്. എന്നുവെച്ചാൽ നമുക്ക് സംരംഭകർക്ക് അനുകൂലമായ സാഹചര്യം ഈ നാട് പറയുമ്പോൾ പോലും സംരംഭകർ അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്തെന്ന് ഒരു കാരണവശാലും പുറലോകം അറിയുന്നില്ല. വെച്ചാൽ പലർക്കും പേടിയാണ്, ഭയാനകമാണ്. നമ്മുടെ നാട്ടിൽ സംരംഭം തുടങ്ങിക്കഴിയുമ്പം തുടങ്ങണ അന്ന് മുതൽ അവനെ പല രീതിയിൽ ചൂഷണം ചെയ്യുകയാണ്. സംരംഭത്തിൻ്റെ ഒരു ഇനാഗുറേഷൻ ഡേറ്റ് ആകുമ്പോഴത്തേക്കും അവൻ്റെ കുടുംബം വരെ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പല സംരംഭകരും ഇന്ന് നാട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും പല ചൂഷണങ്ങൾ ചെയ്യുകയാണ്. അതായത് ഫിനാൻഷ്യലി ആയിട്ടും പൊളിറ്റിക്കലായിട്ടും പല പ്രശ്നങ്ങളും നേരിടുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണം. ഞാൻ എൻ്റെ ലോകത്ത് അനുഭവിച്ച ഒരു പ്രശ്നം ഇനി ആരും അനുഭവിക്കരുത്. അതിനെ മുൻനിർത്തിയാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പല ആളുകളും ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ വളരെ അധികമായിട്ട് സപ്പോർട്ട്, ഞങ്ങൾക്ക് വാഹനം ഫ്രീ ആയിട്ട് തന്ന ആളുകളുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഫുഡും അക്കോമഡേഷനും എല്ലാം ചെയ്ത് ഞങ്ങളോടൊപ്പം നിന്ന ആളുകളുണ്ട്. വളരെ സാധാരണക്കാരായ ആളുകളാണ്. പലരും പുറത്തേക്ക് പറയാൻ മടിക്കുന്ന ഒരു കാര്യമായിരുന്നു. അത് ഞങ്ങളിൽ കൂടെ ജനങ്ങൾ അറിയുന്നു. അതോടൊപ്പം തന്നെ ആളുകൾ ഞങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അതെന്തായാലും ഒരു പരിധി വരെ തന്നെ ഞങ്ങൾക്ക് വിജയം തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഈ യാത്രയിൽ സംരംഭകം തുടങ്ങിയ ആൾക്കാർ, യുവജനങ്ങൾ, അതായത് അവർ തുടങ്ങിയ പുതിയ പദ്ധതികളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ ആൾക്കാരെ അജിത്ത് കണ്ടിരുന്നോ? ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങൾ ആരും നോക്കേണ്ട കാര്യം, നിങ്ങളൊരു വാഹനം എടുത്ത് നിങ്ങളുടെ ടൗണിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്കൊന്ന് വാഹനം ഓടിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളുള്ള ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ഇന്ന് ഒരു മാർഗ്ഗമില്ലാതെ അവർ പൂട്ടി. അവരുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. ഫിനാൻഷ്യലായിക്കോട്ടെ, അവരുടെ വീട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അവരെ അകറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് ഇവർ ചെയ്ത് തെറ്റെന്ത്? അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കഷ്ടപ്പാടുകളും സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊരു തെറ്റ് മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ. ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ആരും കൂടെ നിൽക്കത്തില്ല, എല്ലാവരും തള്ളി പറയുകയാണ്. ഈ ഒരു കാലഘട്ടമാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്. ഇത് സാധാരണക്കാരെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ രക്ഷ. ഈ രാഷ്ട്രീയക്കാരുടെ കുബുദ്ധികളോ അതല്ല എങ്കിൽ മറ്റ് പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെ ബാധിക്കുന്ന സാധാരണക്കാരെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് പുറലോകം അറിയാതെ പോകുന്നത്. പല വീടുകളിലും ഇന്ന് ഇതിപ്പോൾ ഓണമാണ്. ഈ ഓണത്താണ് ഞാൻ ഈ ചൂലും എടുത്തുകൊണ്ട് നടക്കുന്നത്. കുടുംബത്തിൽ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുമ്പോൾ പോലും ഇന്ന് ചൂലെടുത്തുകൊണ്ട് ബിസിനസ്സുകാർ നാട്ടിലിറങ്ങി. ഞാൻ ചൂലെടുത്തു, അടുത്ത ആളിന് ആറ് മുഴം കയറെടുക്കേണ്ട അവസ്ഥയിൽ നിൽക്കുന്ന പല ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് യുവജനങ്ങളെന്ന് പറയുന്നുണ്ട്. പഠിക്കാൻ വേണ്ടി പല സംസ്ഥാനങ്ങളിലും പോകുന്ന പിള്ളേരുണ്ട്. ഒരു 9 മണിക്ക് ശേഷം നിങ്ങൾക്ക് റോഡിലിറങ്ങി എന്നാൽ കാണാവുന്നുണ്ട്. ശരീരം വിൽക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ട്രാൻസ്ജെൻഡേറ്റുമായിട്ടുള്ള ഒരു ലോകം തന്നെ ഇന്നായി മാറിക്കഴിഞ്ഞു. ഇവരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ കാമം തീർക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു രക്ഷയും നാട്ടിലില്ലാത്തതിൻ്റെ പേരിലാണ് ചെയ്യുന്നത്. പട്ടിണി കിടക്കുന്ന പിള്ളേരുണ്ട്. നമ്മൾ പിള്ളേരെ കാണുമ്പോൾ അവർ ഫിനാൻഷ്യലി അവർ വെൽ സെക്യൂർഡാണ്, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് അവർ സെക്യൂർഡാണെന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ, അല്ല അവരുടെ ഹോസ്റ്റലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവരനുഭവിക്കുന്ന പീഡനങ്ങൾ എന്തൊക്കെയാണെന്ന്. അതായത് ഒരു മേൽമുണ്ട് പോലും ഉടുക്കാത്ത ഒരു മനുഷ്യൻ നേടിത്തന്ന സ്വാതന്ത്ര്യം 1947 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ പറയുന്നു. ഒരു മേൽമുണ്ട് പോലും ഇടാതെ അദ്ദേഹം നേടിത്തന്ന സ്വാതന്ത്ര്യം ഇന്ന് മറ്റുള്ളവർക്ക് കാഴ്ച വെച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പം നമുക്ക് എവിടെ സ്വാതന്ത്ര്യം കിട്ടിയത്? നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്.
ഇന്ന് പല വിഷയങ്ങളും നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റും ഭരണാധികാരികളും എല്ലാവരും ചൂഷണം ചെയ്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യുമ്പോൾ അടിമത്തത്തിലാണ്. 1500 രൂപ പെൻഷനും ഭക്ഷ്യദാന കിറ്റിനും വേണ്ടി കെഞ്ചിക്കുന്ന ഒരു സമുദായം നമ്മുടെ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഈ ഒരു അവസ്ഥയെ നമ്മുടെ നാടിന് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നേടുന്നത്? നമ്മുടെ നാട്ടിൽ എന്ത് വികസനമാണ് നടക്കുന്നത്? നമ്മുടെ മലയാളികൾ ഇന്ന് ജോലി ചെയ്യാത്ത രാജ്യങ്ങൾ വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ കഷ്ടപ്പാടും അധ്വാനം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല? ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരുടെ അവസ്ഥ ഇതാണ്. ഇതിനല്ല ആദ്യമേ മാറ്റം വരുത്തണ്ടേ? നമ്മുടെ കുട്ടികളിൽ അല്ലെ നമ്മുടെ ജനങ്ങളിൽ യുവ സംരംഭകരെ ഇവരെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു ലോകം നമുക്ക് നാളെ കാണാൻ കഴിയുള്ളൂ. ഇന്ന് പല വീടുകളും പട്ടിക്കൂട്ടിൽ കിടക്കുന്ന പോലെ കുറേ കാരണവന്മാർ മാത്രം കിടക്കുന്ന ലോകമായിട്ട് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് ഒരു 5 വർഷം കൊണ്ട് ആർക്കും വേണ്ടാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ഈ ഒരു അവസ്ഥയിൽ പോയിട്ട് നമുക്ക് എന്താണ് നേടാനുള്ളത്? നമ്മുടെ ഭരണാധികാരികൾ മാറണം. തീർച്ചയായിട്ടും അവർ മാറി നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം വന്ന് നമ്മളോടൊപ്പം നിന്ന് നമ്മളെ ചേർത്ത് പിടിച്ച് അവർ മുന്നോട്ട് പോകണം. പക്ഷേ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണ് നമ്മുടേത് എന്നാണ് അവരുടെ വാദം. അതിനെ എങ്ങനെ നോക്കുക? ഒരിക്കലും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ ഇവരൊരു 10 സംരംഭരെ കാണിക്കട്ടെ. 984 പഞ്ചായത്ത് കേരളത്തിലുടനീളമുണ്ട്. 984 പഞ്ചായത്തിൽ ഓരോ ഇൻറ്റേൺഷിപ്പ് കൊടുത്ത് ഓരോ സ്റ്റാഫുകൾ നിർത്തി വ്യവസായ സൗഹൃദം ഇവർ പറയുന്നുണ്ട്. അവരെ കൊണ്ട് പോലും ഒരു പ്രൊജക്റ്റ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ പിന്നെ എങ്ങനെ സംരംഭം നടക്കുമെന്ന് പറയുന്നത്? നമ്മുടെ നാട്ടിൽ സംരംഭം തുടങ്ങണം എന്ന് അവൻ്റെ മനസ്സിൽ ആലോചിക്കുമ്പോൾ മുതൽ തന്നെ അവനെ പിരിവുകാരായിട്ട് ഈ ലോകത്ത് നിന്ന് മാറ്റി നിർത്തുകയാണ്. ഇവനൊരു 5 മാസം 6 മാസം കൊണ്ട് അതിൻ്റെ തറക്കല്ലിട്ട് അതിൻ്റെ പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് ഇവൻ്റെ ഭാര്യയും മക്കളോടൊക്കെ സർവത്രവും പണയാനാണ്. ഇങ്ങനെയുള്ളവൻ തിരിച്ചെങ്ങനെ കയറി വരും? നമ്മുടെ നാട്ടിൽ പല സ്കീമുകളുണ്ട്. ഇതൊന്നും സാധാരണക്കാരന് കിട്ടുന്നുണ്ട്. ഈ ഇവരുടെ ഗവൺമെൻറ് അധികാരികളുടെ ബിനാമികൾക്കോ അല്ലെ അവർക്ക് ചേർന്ന ആളുകൾക്കോ എല്ലാവിധ ഹെൽപ്പും കിട്ടുന്നുണ്ട്. സാധാരണക്കാരനെ സംബന്ധിച്ച് ഒന്നും കിട്ടുന്നില്ല. അവൻ മുഴുപട്ടണിയാണ്, പൊട്ടനാണ്. കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ തനി ബ്രോയിലർ കോഴികളാണ്. ഒരുത്തനൊരു പ്രശ്നം വരുമ്പോൾ അവനെ ലോകത്തിൽ നിന്ന് മാറ്റി നിർത്തി കല്ലെറിയാനല്ല നിൽക്കണ്ടേ, അവനെ ചേർത്ത് പിടിച്ച് അവനുണ്ടെങ്കിൽ 10 പേർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവനെ ചേർത്ത് പിടിക്കാൻ നിൽക്കണം. എൻ്റെ നാട്ടിൽ എൻ്റെ അവസ്ഥ പോലെ തന്നെ ഇനി ഈ ലോകത്തൊരു മനുഷ്യനും ഉണ്ടാവരുത്. ഞാനോ കഷ്ടപ്പെടുന്നു, ഈ അവസ്ഥ ഇനി ലോകത്തൊരാളുണ്ട്. പുതുതലമുറകൾ വരണം, അവരെ ചേർത്ത് പിടിക്കാൻ പറ്റണം, അവരോടൊപ്പം നിൽക്കാൻ പറ്റണം, സംരംഭകർക്ക് അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കണം. ഇത് ഭക്ഷണമില്ലാതെ നിന്ന് വയറ് നിറയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാലഘട്ടം പോകുന്നത്. നമുക്ക് ഭക്ഷണം തരാതെ എങ്ങനെ വയറ് നിറയ്ക്കാൻ പറ്റുക? ഇവർ പറയണ വയറ് നിറച്ചോളാനാണ് പറയുന്നത്. ഈ രീതിയിലേക്ക് കാലഘട്ടം പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഇവരെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഇവർക്കില്ല. AC കാറുകളുണ്ട്, ഇവർക്ക് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസുകളുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളെ ഇവർ പൊട്ടന്മാരാക്കുകയാണ്. ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം പറഞ്ഞു. ഞാനൊരാൾ ചൂലെടുത്തു, ഇതെൻ്റെ നിവൃത്തിയോട് കൊണ്ട് ഞാൻ ചൂലെടുത്തതാണ്. ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ചൂല് പോയിട്ട് കയറ് വരെ അടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഭരണാധികാരികൾ അറിയണം. അതിനൊരു തിരിച്ചറിവുണ്ടാവണം. ഇത് എത്ര ദിവസമായി ഇപ്പോൾ ഈ യാത്ര തുടങ്ങിയിട്ട്? ഇന്ന് 11ാമത്തെ ദിവസമാണ്. ഇന്ന് തിരുവനന്തപുരത്ത് തന്നെയാണ് 11ാമത്തെ ദിവസം. ഒരു മാസം തിരുവനന്തപുരത്തും ബാക്കി 101 ദിവസം കൊണ്ട് കാസർഗോഡ് എത്തുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലേറ്റ് ആവുകയാണ്. അങ്ങനെയാണ് നമ്മൾ ലേറ്റായി പോയിക്കൊണ്ടിരുന്നത്. നിലവിൽ എത്ര ചൂലുകൾ വിൽക്കാൻ സാധിച്ചു? ഇപ്പോൾ 1000-ൽ പരം ചൂലുകളാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. വെച്ചാൽ നമുക്ക് ഓരോ ദിവസവും ഓരോ പ്രോഗ്രാം ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് യാത്ര മുന്നോട്ട് നമുക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. ഒരു ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഹാൾട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പൊതുവെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട് ഈ ചൂലുമായി ഇറങ്ങുമ്പോൾ? ഞാൻ ആദ്യമേ എൻ്റെ കുടുംബം ആരും എന്നോട് സപ്പോർട്ട് ചെയ്തൊരു വിഷയമല്ല ഈ ഒരു കാര്യത്തിൽ. ഞാൻ സ്വമേധയെ എടുത്ത് മുന്നോട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ അകത്ത് ഞാൻ എന്നെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. പക്ഷേ എന്നെപ്പോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഈ നാട്ടിലുണ്ട്. അവർക്ക് പുറത്തേക്ക് പറയാനുള്ള മടി കൊണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരാൾ ഇതിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പല ആളുകൾ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അവർ നമുക്ക് വളരെ നല്ല സ്വീകാര്യതയാണ് തരുന്നത്. അജിത്ത് ഓണം ആഘോഷിക്കുന്നില്ലേ? എങ്ങനെ ഓണാഘോഷം? 7 വർഷമായി ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഒരേല ഭക്ഷണം കഴിച്ചിട്ട്. 7 വർഷം ഒരു വിശേഷമൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഈ വർഷം ഓർക്കും അടുത്ത വർഷം. നമ്മുടെ നാട്ടിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടന്ന ദിവസങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുറേ ശരീരം ഉള്ളതുകൊണ്ട് ആരും അറിയുന്നില്ലെന്നുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ വിശപ്പ് ആയിരങ്ങളുടെ വിശപ്പ് മാറാനാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു നല്ല കാലം വരും. ആ ഒരു നല്ല കാലത്തിന് വേണ്ടിയിട്ട് കൈവർക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്നെപ്പോലെ ഉള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ഈ ലോകത്തുണ്ട്. അവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത് മാത്രം ഞാൻ ഈ യാത്ര എനിക്ക് പൂർത്തിയാക്കണം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. ഇതിൻ്റെ അവസാന നിമിഷം ആയിരങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവും. അതിൻ്റെ തെളിവുകളാണ് ഇത്രയും ദിവസം ഞാൻ കണ്ടിട്ടുള്ളത്. അത് യുവാക്കളുടെ പ്രതികരണം എങ്ങനെയാണ്? യുവാക്കളുടെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പം ഇത് തിരുവനന്തപുരം തലസ്ഥാനമാണ്. ഇവിടെ ആയിരക്കണക്കിന് നമ്മുടെ ഗൾഫിലെ അന്യ രാജ്യത്തേക്ക് കൊണ്ടുപോകാനുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളുണ്ട്. ഇവരിവിടെ വന്ന് നിറയിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതവർ
മനസ്സിലാക്കി കഴിഞ്ഞു. കാനഡ, ഓസ്ട്രേലിയ, മറ്റ് രാജ്യങ്ങളിൽ പോയി പെട്ടുകിടക്കുന്ന അനേകായിരം യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടാണ് അന്യരാജ്യത്തേക്കാണ്, അവിടെയും ചൂഷണം ചെയ്യപ്പെടുവാണ്. ഇത് നമ്മുടെ ഭരണാധികാരികളുടെ കയ്യിലുള്ള കുഴപ്പം കൊണ്ടാണ് എല്ലാവരും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾ കൂടുതലും ഇതിൻ്റെ അകത്തേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ്, മുന്നിലേക്ക് വരണം, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് പല രീതിയിൽ കോളേജ് കുട്ടികളടക്കം ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്. ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ സംരംഭകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതുതലമുറയ്ക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കണം എന്ന ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഒരു നല്ലൊരു നാളെ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാനൊരു ബിസിനസ് നടത്തിയ ഒരാളാണ്. എന്നെപ്പോലെ ഒരു അനുഭവം ഇനി ലോകത്ത് ഒരാൾക്ക് ഉണ്ടാവരുത്. ഒരു ബിസിനസ് സംരംഭം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കുടുംബവും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും സപ്പോർട്ടായിട്ടുണ്ടാവും. ഇത് പല കാരണങ്ങളാൽ ഈ സംഭവം തകർന്നു പോകുമ്പോൾ പിന്നെ നാട്ടിൽ ഏറ്റവും കൊള്ളാത്തവനാണ് ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം വെച്ചാൽ അവസാനം അവൻ്റെ വീട്ടുകാർ പോലും ഒപ്പം ഉണ്ടാവില്ല. ഫിനാൻഷ്യലി വിഷയമാകുമ്പോൾ അവനെ ലോകത്തുനിന്ന് തന്നെ മൊത്തത്തിൽ മാറ്റപ്പെട്ട് നിർത്തുകയാണ്. ഈ ഒരു അവസ്ഥ മാറണം. ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന MDMA ആയാലും മറ്റ് ലഹരി വസ്തുക്കളായാലും ഇതെല്ലാം ഓരോരുത്തരും അഡിക്റ്റായിട്ട് പോകുന്ന ഇങ്ങനെയുള്ള അവസ്ഥകളെ തരണം ചെയ്യാനാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകരുത്. അതുകൂടെ സ്വന്തം ഭാര്യേനെയും മകളെയും വരെ പണയം വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ വരെ ചൂഷണം നടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥ മാറണം. ബിസിനസ്സുകാരൻ്റെ അവസ്ഥ എന്തെന്ന് പുറലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സിനിമാ മേഖലയിൽ അനുഭവിക്കുന്നതിൻ്റെ 10 ഇരട്ടിയാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥ പുറലോകം അറിഞ്ഞ് അവനെ ചേർത്ത് പിടിക്കാൻ നിൽക്കണം. അവൻ്റെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും അല്ല അവൻ്റെ സ്വപ്നങ്ങളും അതിന് പ്രാബല്യം ഉണ്ടാവണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾക്കറിയാലോ, ഈ ഒരു യാത്ര ഞാനൊരു ഒറ്റയാൾ പോരാട്ടമാണ് നടത്തുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ആകെ സഹായിക്കാനായിട്ടേക്ക് മുന്നോട്ട് വരുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം ശ്രീമതി ആശാ തൃപ്പൂണിത്തുറ അവരുടെ സംഘാടകർ മാത്രമാണ്. അവരെ കൊണ്ട് ചെയ്യാവുന്ന പരിമിതികൾ അവർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ യാത്ര എനിക്ക് 100 ദിവസം എത്തിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമല്ല, നിങ്ങളിൽ പലരെയും ആവശ്യമാണ്. അങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത്. അപ്പം നിങ്ങളും എന്നോട് ആവുന്നൊരു സപ്പോർട്ട് ചെയ്ത് എന്നോടൊപ്പം നിൽക്കുക, എന്നോട് സഹകരിക്കുക. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങളാലാവുന്നൊരു ഹെൽപ്പ് ചെയ്ത് നിങ്ങളും എൻ്റെ കൂടെ തന്നെ സഹകരിക്കുക. എന്തായാലും സംരംഭകർക്കും വ്യവസായത്തിനും എല്ലാം തന്നെ അനുകൂലമാണ് കേരളം എന്നാണ് നമ്മുടെ സർക്കാരിൻ്റെ വാദം. എങ്കിലും അങ്ങനെയല്ല നമ്മുടെ ഈ സംസ്ഥാനത്തെ അന്തരീക്ഷം എന്ന് തെളിയിക്കുന്നതാണ് അജിത്തിൻ്റെ ഈ പ്രതിഷേധ സംരംഭക യാത്ര. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.